കേരളത്തിൻ്റെ വികസന കുതിപ്പിന് തുടക്കമിട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ തലസ്ഥാന നഗരിയിൽ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന സ്മൃതി യാത്രയ്ക്ക് 28-ന് കോട്ടയം ജില്ലയിലെ സ്വീകരണ സ്ഥലമായ വൈക്കത്ത് ഉജ്ജ്വല സ്വീകരണം നൽകും. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ക്യാപ്റ്റനായി പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച സ്മൃതി യാത്ര ആലപ്പുഴ ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ വെച്ചൂർ അംബിക മാർക്കറ്റിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരണം നൽകും. തുടർന്ന് വൈകിട്ട് 4-ന് വൈക്കം പൂട്ടിയെട്ടിയിൽ ഉജ്ജ്വല സ്വീകരണ സമ്മേളനം നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി വൈക്കം ഇപ്റ്റ ഒരുക്കുന്ന വയലാർ ഗാനസന്ധ്യയും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് VV ബിനു, പ്രസിഡന്റ് CK ആശ MLA, സെക്രട്ടറി MD ബാബുരാജ്, TN രമേശൻ, സാബു P മണലോടി, P പ്രദീപ്, N അനിൽ ബിശ്വാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 30-ന് വൈകിട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പ്രതിമ അനാച്ഛാദനം ചെയ്യും. നവകേരള ശില്പി എന്ന യഥാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്ന വ്യക്തി C. അച്യുതമേനോൻ മാത്രമാണ്. ആ സ്മരണ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങളിലും 47, 57 പിന്നെ 80-ലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സങ്കുചിത്വം നമ്മുടെ കേരളത്തിലാകെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 69 മുതൽ 77 വരെയുള്ള ഗവൺമെൻറ്റിൻ്റെ അച്യുതമേനോൻ നേതൃത്വം നൽകിയ ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ തമസ്കരിക്കുന്ന ഒരു ചരിത്ര നിഷേധം നടക്കുന്ന സന്ദർഭത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒരു ശരിയായ ചരിത്രം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിനു കൂടി വേണ്ടിയാണ് ഈ സ്മൃതി യാത്ര സംഘടിപ്പിക്കുന്നത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.